Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനാധിപത്യം എന്നത് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കള്ളവോട്ടും അക്രമവും എന്ന നിലപാട് CPM തിരുത്തണമെന്നും മാർട്ടിൻ ജോർജ്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ജനാധിപത്യം എന്താണ് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കിയിട്ടില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് 75.29% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% കുറവ്. നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് പയ്യന്നൂരിൽ. പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. നമ്മുടെ ബൂത്ത് ഇന്നേജന്മാരായിരുന്ന ആളുകളെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി മർദ്ദിച്ചവശരാക്കി അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം കംപ്ലീറ്റ് കള്ളവോട്ടുകൾ ചെയ്തിരിക്കുകയാണ്. പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള ആരോപണമെന്ന് CPM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ്. പരാജയ ഭീതി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസ കുറവ് കൊണ്ടോ ആണ് ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. പയ്യന്നൂർ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ലത്തീഫിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ക്യാമ്പിൽ പങ്കെടുത്തത് 1500ഓളം പേർ. പ്രമുഖ മതപണ്ഡിതർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. ജനാധിപത്യം എന്നത് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന UDF പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലും പരിസരങ്ങളിലും നടന്ന അക്രമ സംഭവങ്ങളിൽ ഒരു വനിത ഉൾപ്പെടെ 4 UDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവർത്തകരെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. അന്നൂരിലെ P ചന്ദ്രി, നവനീത് നാരായണൻ, വിനോദ്, കാറമേരിലെ രഞ്ജിത്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ജനാധിപത്യം എന്നത് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പറ്റുന്ന രീതി എല്ലാ സ്ഥലത്തും CPM അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ജനാധിപത്യം എന്താണ് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് CPM-ന്റെ നിലപാട് തിരുത്താൻ CPM തയ്യാറാകണം. കള്ളവോട്ട് ചെയ്ത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന CPM-ന്റെ നിലപാട് തിരുത്തണം. വ്യാപകമായി CPM കള്ളവോട്ട് ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളവോട്ട് പ്രതിരോധിച്ച UDF പ്രവർത്തകരെയും നേതാക്കളെയും CPM ഭീകരമായാണ് മർദ്ദിച്ചത്. ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. എന്നിട്ട് CPM ഇത്തരത്തിലുള്ള കള്ളവോട്ട് നടത്തി ഭൂരിപക്ഷം കുറയ്ക്കാം എന്നുള്ള ധാരണയിലാണ് CPM ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് യഥാർത്ഥ നിലപാടല്ല. ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഈ കള്ളവോട്ടിനെതിരെ ഏത് ലെവൽ വരെ അതിനെതിരെ ഫൈറ്റാൻ വേണ്ടി അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ ആ കുറ്റവാളികളെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് 75.29% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മണ്ഡലത്തിൽ 5% കുറവാണ് ഇത്തവണ ഉണ്ടായത്. മണ്ഡലം പരിധിയിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് പയ്യന്നൂരിലാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത്തവണ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 75.29% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2019 അത് 80.66%. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 5% കുറവാണ് സംഭവിച്ചത്. 10,93,498 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 5,83,811 പേർ സ്ത്രീകളാണ്. കനത്ത ചൂടും ഒപ്പം വോട്ടിംഗ് മെഷീന്റെ സാങ്കേതിക പ്രശ്നവും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാക്കിയെന്നാണ് സൂചന. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പയ്യന്നൂരിലാണ്. 80.30% ഇവിടുത്തെ പോളിംഗ് ശതമാനം. 77.48% പോളിംഗുമായി കല്യാശ്ശേരി മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്ത്. മഞ്ചേശ്വരം മണ്ഡലം 72.54%, കാസർഗോഡ് മണ്ഡലം 71.65%, ഉദുമ മണ്ഡലം 74.55%, കാഞ്ഞങ്ങാട് മണ്ഡലം 74.64%, തൃക്കരിപ്പൂർ മണ്ഡലം 76.86% എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം. പല ബൂത്തുകളിലും നിശ്ചിത സമയം കഴിഞ്ഞും ഏറെ വൈകിയാണ് പോളിംഗ് അവസാനിച്ചത്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നും ബീപ് ശബ്ദം വരാൻ വൈകിയതാണ് പോളിംഗിന് കാലതാമസമുണ്ടാകാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പയ്യന്നൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കള്ളവോട്ട് തടയാൻ കല്യാശ്ശേരി മണ്ഡലത്തിലെ മുതുകുടിയിലെത്തിയപ്പോൾ തന്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടതായും ഉണ്ണിത്താൻ ആരോപിച്ചു. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടിന് UDF വിജയിക്കും. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പരാജയം വളരെ ദയനീയമായിരിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പയ്യന്നൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയും ബൂത്ത് പിടുത്തവും നടന്നിട്ടുണ്ടെന്നും ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ച് അവശരാക്കി പറഞ്ഞുവിട്ട ശേഷം വ്യാപകമായി കള്ളവോട്ട് ചെയ്തിരിക്കുകയാണെന്നും പട്ടുവം മുതുകുടിയിൽ കള്ളവോട്ട് തടയാൻ എത്തിയ തന്റെ കാറ് ആക്രമിക്കുകയും ചെയ്തതായും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കള്ളവോട്ട് നടക്കുന്ന വിവരം അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയും ഒരു ഭാര്യയും ഭർത്താവുമാണ് ബൂത്ത് ഏജന്റുമാരായിരുന്നത്. ഞാൻ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഞാൻ വളരെ കർശനമായി പറഞ്ഞു, നിങ്ങൾ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ കള്ളവോട്ടിന് കൂട്ടു നിൽക്കരുത്, നിന്നാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കും. അതിനുശേഷം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കള്ളവോട്ട് അവർ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൂട്ടയടിയായി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ UDF പ്രവർത്തകരെയും ഗുണ്ടകൾ വന്ന് തല്ലി ഒതുക്കി അവസാനം തളിപ്പറമ്പ് DYSP വന്ന് ലാത്തിച്ചാർജ് നടത്തിയിട്ടാണ് അവരെ പിരിച്ചുവിട്ടത്. ആ DYSP എത്തുന്ന സമയത്തുള്ളിൽ അവരെന്റെ കാർ ആക്രമിക്കുകയും കാർ അടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് പോലും ബൂത്ത് സന്ദർശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. SKP സഖറിയ, V രാജൻ, സുനിൽ പ്രകാശ്, AP ബദറുദ്ദീൻ, അജിത് മാട്ടൂൾ, രാജീവൻ കപ്പച്ചേരി, സുധീർ വെങ്ങര എന്നിവർ രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇടതുപക്ഷം കള്ളവോട്ട് ചെയ്തുവെന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം പരാജയഭീതി മുന്നിൽ കണ്ടാണെന്ന് CPM മടായി ഏരിയ സെക്രട്ടറി V വിനോദ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു V വിനോദ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായാണ് നടന്നത്. ജനങ്ങൾ സധൈര്യം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച നേട്ടം കൈവരിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പരാജയഭീതിയിലാണ് UDF കേന്ദ്രങ്ങൾ. ചിലയിടങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും വിനോദ് പറഞ്ഞു. ഇല്ലാത്ത ചില സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്ക് നാടിനെ നയിക്കാനാണ് ശ്രീമാൻ ഉണ്ണിത്താൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹവും UDF എവിടെയും അങ്ങനെ ഒരു ആരോപണം വലുതായി ഉന്നയിച്ചതായി ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയ ഭീതി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ ആണ് ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ എവിടെയും UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ പ്രകോപനപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ മാധ്യമങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു V വിനോദ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. 2019 രേഖപ്പെടുത്തിയ 77.51% പോളിംഗ് ഇത്തവണ 70.35% കുറഞ്ഞു.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണുണ്ടായത്. 2019 രേഖപ്പെടുത്തിയ 77.51% പോളിംഗ് ഇത്തവണ 70.35% കുറഞ്ഞു. 7.16% കുറവാണ് വന്നത്. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദേശം 8 ലക്ഷത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. പോളിംഗ് ഏറ്റവുമധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ 2024 തിരഞ്ഞെടുപ്പിൽ 70.35% പോളിംഗ് ആണ് നടന്നത്. 2019 അപേക്ഷിച്ച് 7.16% കുറവ് വന്നു. കാസർഗോഡ് ജില്ലയിൽ 2024 74.28% പോളിംഗ് ആണ് നടന്നത്. 2019 80.66% പോളിംഗ് ആണ് നടന്നത്. 6.38% വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 7.54% കുറവാണ് വന്നിട്ടുള്ളത്. പയ്യന്നൂർ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ലത്തീഫിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി, ഹാജി എ അബ്ദുൾ അസീസ് ടെക്സ്റ്റൈൽസ്, കത്മ സഹാറ ഹജ്ജ് ഉംറ സർവീസ് ഗ്രൂപ്പ് എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി, ഹാജി എ അബ്ദുൾ അസീസ് ടെക്സ്റ്റൈൽസ്, ഗിത്മ സഹാറ ഹജ്ജ് ഉംറ സർവീസ് ഗ്രൂപ്പ് എന്നിവ സംയുക്തമായി നടത്തുന്ന ഈ വർഷത്തെ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് പെരുമ്പ ലത്തീഫിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കഴിഞ്ഞ 13 വർഷമായി നടന്നുവരുന്ന പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പാണ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ചിട്ടുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 1500ഓളം പേർ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഹജ്ജ് കർമ്മത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിപ്പിക്കുന്ന പഠന ക്ലാസുകളും LCD പ്രദർശനത്തിലൂടെ ചെയ്യേണ്ട കർമ്മങ്ങളും പുണ്യനഗരങ്ങളും കാണിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസുകളും ഹജ്ജ് ക്യാമ്പിന്റെ പ്രത്യേകതയാണ്. തൊവാഫ്, സഹ് എന്നീ പ്രധാന കർമ്മങ്ങൾ പ്രാക്ടിക്കലായി അവതരിപ്പിക്കുന്നതിന് കഅബയുടെയും സഫാ മർവയുടെയും മോഡൽ വേദിയിലുണ്ടായി. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായി സംശയ നിവാരണത്തിനും അവസരം ലഭിച്ചു. പ്രമുഖ മതപണ്ഡിതനും നിരവധി വർഷങ്ങളായി ഹജ്ജ് ക്ലാസിന് നേതൃത്വം നൽകുന്ന അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഹജ്ജ് ക്ലാസിന് നേതൃത്വം നൽകി. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ചുഴലി മൊഹ്യുദ്ദീൻ മൗലവി, CT അബ്ദുൽ ഖാദർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണെങ്കിലും മലയോരത്തെ പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണി ക്യാമ്പുകളിൽ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വോട്ടെടുപ്പ് ദിവസം മലയോരത്തെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും പോളിംഗ് ശതമാനം സാധാരണ നിലയിൽ നിന്ന് വളരെ കുറവായിരുന്നു. വോട്ട് രേഖപ്പെടുത്താനെടുത്ത സമയം കാരണവും ചൂട് കൂടിയത് കാരണം രാവിലെ തന്നെ വോട്ടർമാർ എത്തിയതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. എന്നാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചുമില്ല. UDFിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കാറുള്ള പലരും ഇത്തവണ പ്രചരണത്തിൽ അത്ര സജീവമായില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. മലയോരത്തെ യുവ വോട്ടർമാരിൽ പലരും വിദ്യാഭ്യാസത്തിനും മറ്റും വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായുമുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും വോട്ടെടുപ്പ് ദിവസം നാട്ടിൽ എത്തിയതുമില്ല. അതേസമയം മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന നിരീക്ഷണവും നിലവിലുണ്ട്. അതും പോളിംഗ് ശതമാനത്തിലെ ഇടിവിന് കാരണമായി. ഇതെല്ലാം UDFിന് മലയോരത്ത് തിരിച്ചടിയാകും എന്നാണ് സൂചന. അതേസമയം LDF ആകട്ടെ തങ്ങളുടെ വോട്ടുകൾ ഭൂരിഭാഗവും ചെയ്തു കഴിഞ്ഞതായാണ് വിലയിരുത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കുഞ്ഞിമംഗലത്ത് ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച BJP പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി. തെക്കുംപാട്ടെ KP ബാബുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ തെക്കുംപാട് ഗോപാൽ UP സ്കൂളിലെ 13-ാം നമ്പർ ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച BJP പ്രവർത്തകൻ KP ബാബുവിനാണ് മർദ്ദനമേറ്റത്. വടി, കല്ല് എന്നിവ ഉപയോഗിച്ച് ഒരു സംഘം CPM പ്രവർത്തകർ മർദ്ദിച്ചതായി ബാബു പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇയാളെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. പ്രദേശത്ത് നിരവധി BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായും BJP നേതാക്കൾ ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇമ്മാനുവൽ സിൽക്സിന്റെ കണ്ണൂർ, പയ്യന്നൂർ ഷോറൂമുകളിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. പയ്യന്നൂർ ഷോറൂമിൽ കവിയും ചലച്ചിത്ര സംവിധായകനുമായ മധു ആലപ്പടമ്പ് ദീപം തെളിയിച്ച് മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ കണ്ണൂർ, പയ്യന്നൂർ ഷോറൂമുകളിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. വ്യത്യസ്തമായ ഓഫറുകളോടുകൂടിയാണ് മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉടനടി ഉപഭോക്താക്കൾക്ക് നൽകുന്നു. 50,000 രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് LED TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ എന്നിവ സമ്മാനമായി ഉടൻ നൽകുന്നു. ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, വെഡ്ഡിംഗ് ലാച്ചകൾ, വെഡ്ഡിംഗ് സൂട്ട്, ഷർവാണി, വെഡ്ഡിംഗ് ധോത്തി തുടങ്ങി ഒരു വിവാഹത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഏവരുടെയും ബജറ്റിനിണങ്ങിയ വിലയിലും ഡിസൈനിലും, കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ജെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി
എല്ലാവിധ സെക്ഷനുകളിലും ഏറ്റവും പുതിയ ട്രെൻഡ് ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. മെഗാഫെസ്റ്റിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ഷോറൂമിൽ കവിയും യുവ ചലച്ചിത്ര സംവിധായകനുമായ മധു ആലപ്പടമ്പ് ദീപം കൊളുത്തി നിർവഹിച്ചു. വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ അവസാന ദിവസ നറുക്കെടുപ്പിൽ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനഘ മനോജിന് സമ്മാനമായി ലഭിച്ച റെഫ്രിജറേറ്റർ പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ കൈമാറി. ഷോറൂം മാനേജർ നാരായണൻ TP, സുജിത്ത് TM, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് സോൾജേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റിയുടെ കുടുംബസംഗമം ചെറുവത്തൂർ പൂമാല ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബസംഗമം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ 600-ൽ പരം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സോൾജേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റി സൈനിക അർദ്ധസൈനിക രംഗത്ത് സേവനം ചെയ്യുന്നവരുടെയും വിരമിച്ചവരുടെയും സംഘടനയാണ്. സൊസൈറ്റിയുടെ കുടുംബസംഗമം ചെറുവത്തൂർ പൂമാല ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിവിധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് E ശശിധരൻ അധ്യക്ഷനായി. ദ്രോണാചാര്യ അവാർഡ് ജേതാവും ദേശീയ കബഡി പരിശീലകനുമായ E ഭാസ്കരനെ ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി ജയൻ പൊന്നൻ, ട്രഷറർ TV വത്സരാജ് എന്നിവർ സംസാരിച്ചു. പഠനമേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ നാടൻ കലാമേളയും സൊസൈറ്റി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പു സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്നത്തെ ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസിനു വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 5ാം ദിവസം അവിഗോ FC ഏഴിലോട് വിജയികളായി. കുന്നൂരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച വിന്നേഴ്സിനുള്ള വേലിയാട്ട് കുഞ്ഞമ്പു സ്മാരക ട്രോഫിക്കും റണ്ണേഴ്സിനുള്ള മന്ദിത്ത് ബിജു സ്മാരക ട്രോഫിക്കും സോക്കർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ വിജയികൾക്കുമുള്ള 80,000 രൂപയുടെ ക്യാഷ് പ്രൈസിനു വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 5ാം ദിനത്തിൽ BG യുണൈറ്റഡ് വലിയ കടപ്പുറത്തിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അവിഗോ FC ഏഴിലോട് വിജയിച്ചു. ശ്രീറാം കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ KV ദിവാകരൻ, ചെങ്കൽ ഉടമസ്ഥ ക്ഷേമ സംഘം രാമന്തളി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് നബീൽ എന്നിവർ വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടു. സംഘാടക സമിതി അംഗങ്ങളായ പൊങ്കാരൻ മനോജ്, V ശ്രീരാഗ് എന്നിവർ വിശിഷ്ടാതിഥികളെ അനുഗമിച്ചു. അവിഗോ FC ഏഴിലോടിന്റെ നാന ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം സംഘാടക സമിതി അംഗം P രാജേഷിൽ നിന്നും ഏറ്റുവാങ്ങി. CRM ടേബിൾ ടെന്നീസ് അക്കാദമിയുടെ സൗജന്യ ടേബിൾ ടെന്നീസ് പരിശീലനത്തോടനുബന്ധിച്ച് 1ാമത് കണ്ണൂർ ജില്ലാ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഏപ്രിൽ 28-ന് പയ്യന്നൂർ CRM ബാഡ്മിന്റൺ അക്കാദമിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യം എന്നത് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കള്ളവോട്ടും അക്രമവും എന്ന നിലപാട് CPM തിരുത്തണമെന്നും മാർട്ടിൻ ജോർജ്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ജനാധിപത്യം എന്താണ് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കിയിട്ടില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് 75.29% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% കുറവ്. നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് പയ്യന്നൂരിൽ. പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. നമ്മുടെ ബൂത്ത് ഇന്നേജന്മാരെ ഇരുന്ന ആളുകളെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി മർദ്ദിച്ചവശരാക്കി അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം കംപ്ലീറ്റ് കള്ളവോട്ടുകൾ ചെയ്തിരിക്കുകയാണ്. പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള ആരോപണമെന്ന് CPM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്. പരാജയ ഭീതി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ ആണ് ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. പയ്യന്നൂർ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ലത്തീഫിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ക്യാമ്പിൽ പങ്കെടുത്തത് 1500ഓളം പേർ. പ്രമുഖ മതപണ്ഡിതർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.